നമസ്കാരം കൂട്ടുകാരെ, 2020 പുറത്തിറങ്ങിയ അമേരിക്കൻ ചലച്ചിത്രം ദ അൺഹീലറുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഫ്ലങ്ങർ എന്നു പേരുള്ള വൃദ്ധനായ ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ടാണ്. വിശുദ്ധമാക്കപ്പെട്ട് ഒരു ശവകുടീരത്തിലേക്ക് കടന്നെത്തിയ അയാൾ ആ ശവകുടീരം തോണ്ടുകയായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു മിന്നൽ വീണു. ആ മിന്നലിന്റെ ആഘാതത്തിൽ ഫ്ലങ്ങർ ദൂരേക്ക് തെറിച്ചു വീണു. അതിന് പിന്നാലെ അവിടെ ഒരു ഗോൾഡൻ ലൈറ്റ് പ്രത്യക്ഷപ്പെട്ടു. ഫ്ലങ്ങർ അത് നോക്കി മന്ദഹസിക്കുന്നുണ്ടായിരുന്നു. താൻ എന്തുദ്ദേശിച്ചു വന്നോ അത് താൻ നേടിയെടുത്ത പോലെ. ശേഷം ഫ്ലങ്ങർ അവിടെ നിന്നും മടങ്ങുകയാണ്. അടുത്ത ദിവസം കെല്ലി എന്നൊരു പയ്യനെ നമ്മൾ പരിചയപ്പെടുന്നു. കെല്ലി പതിവ് പോലെ അന്നൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് സ്കൂളിൽ ഒപ്പം പഠിക്കുന്ന ഡൊമിനിക് എന്ന സുഹൃത്തിനെയും കെല്ലി കാണുന്നുണ്ട്. വളരെ വിചിത്രമായ ഈറ്റിംഗ് ഹാബിറ്റ്സ് ആയിരുന്നു കെല്ലിക്ക് ഉണ്ടായിരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. പീക്ക എന്നാണ് അതിന് പറയുക. പ്ലാസ്റ്റിക് കഴിക്കുവാനൊക്കെ കെല്ലിക്ക് വലിയ ഇഷ്ടമാണ്. അന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു ബോക്സ് സാധനം വാങ്ങി അതിലെ പ്ലാസ്റ്റിക് കെല്ലി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് സ്കൂളിലെ പ്രശ്നക്കാരായ കുറച്ചു കുട്ടികൾ കടന്നു വന്നു. കെല്ലി ആ പ്ലാസ്റ്റിക് അങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നത് അവർ കാണുകയും ചെയ്തു. അതോടെ നെൽസൺ എന്ന പയ്യന്റെ നേതൃത്വത്തിലുള്ള ആ ബുള്ളി സംഘം കെല്ലിയെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഉപദ്രവിക്കുകയും അവനൊരു ട്രാഷ് ബോക്സിലേക്ക് ഇടുകയുമൊക്കെ അവർ ചെയ്യുന്നുമുണ്ട്. കെല്ലിക്ക് ഇതൊക്കെ ശീലമായിരുന്നു. ഇത്തരത്തിൽ ബുള്ളിങ്ങൊക്കെ അവൻ ഏറ്റുവാങ്ങുന്നതാണ്. എന്തായാലും തന്റെ വസ്ത്രമൊക്കെ മാറ്റി കെല്ലി അവിടെ നിന്നും നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിലും കുട്ടികൾ കെല്ലിയുടെ ഈ വിചിത്ര ഈറ്റിംഗ് ഹാബിറ്റ്സ് കാരണം അവനെ വല്ലാതായിരുന്നു കണ്ടിരുന്നത്. ഏവരും അവനെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. നേരത്തെ നെൽസനും അവന്റെ കൂട്ടുകാരും ചേർന്ന് കെല്ലിയെ ബുള്ളി ചെയ്തതിന്റെ വീഡിയോ അടക്കം അവിടെ പ്രചരിച്ചിരുന്നു. അതോടെ ഏവരും അവനെ കളിയാക്കാനും വല്ലാതെ നോക്കാനുമൊക്കെ ആരംഭിച്ചു. ഇതിനിടയിൽ അബദ്ധത്തിൽ കെല്ലി ടക്കർ എന്നു പേരുള്ള ഒരു പയ്യനുമായി കൂട്ടിമുട്ടുകയും ചെയ്തു. ടക്കർ ആദ്യം ദേഷ്യപ്പെട്ട് വന്നെങ്കിലും കെല്ലി ക്ഷമ ചോദിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് പോയി. ടക്കറും കാര്യമായി അവനെ ഉപദ്രവിക്കാനോ ഒന്നും നിന്നതുമില്ല. പിന്നീട് കെല്ലി വീട്ടിലേക്ക് മടങ്ങിയെത്തി. കെല്ലിക്ക് അമ്മ മാത്രമാണുള്ളത്. ബെർണീസ് എന്നാണ് അമ്മയുടെ പേര്. ഇതേസമയം മറുവശത്ത് ഡൊമിനിക്കും തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അമ്മയുടെ അടുത്ത് ഡൊമിനിക്കിന്റെയും സംസാരമുയർന്നു. ഡൊമിനിക്കിന്റെ അമ്മ കെല്ലിയുടെ പീക്ക കണ്ടീഷനെ കളിയാക്കി സംസാരിച്ചതും ഡൊമിനിക്കിന് ദേഷ്യം വന്നു. അമ്മയോട് അവൾ കയർക്കുന്നുപോലുമുണ്ട്. ഇതേസമയം റെഡ്ഡൽക്ക് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒരു ശവകുടീരത്തിനടുത്തിരുന്ന് അയാൾ എന്തൊക്കെയോ മന്ത്രവാദ പ്രക്രിയകൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഫ്ലങ്ങർ തകർത്ത വിശുദ്ധ കല്ലറയുടെ കാവൽക്കാരനായിരുന്നു അയാൾ. അന്നത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ശേഷം അവിടുണ്ടായിരുന്ന വിശുദ്ധന്റെ ശക്തി മുഴുവൻ മറ്റാരോ പകർന്നെടുത്തിരിക്കുന്നു എന്ന് റെഡ്ഡൽക്ക് തിരിച്ചറിയുകയാണ്. മറുവശത്ത് ബെർണീസ് വിളിച്ച് കെല്ലിയുടെ വീട്ടിലേക്ക് ഒരു ഡോക്ടർ എത്തിയിരുന്നു. തന്റെ മകന്റെ ഈറ്റിംഗ് ഹാബിറ്റ്സിലെ വിചിത്രത ബെർണീസിനെ വറി ചെയ്യിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യാനായിരുന്നു ഡോക്ടർ ബെർണീസ് വിളിച്ചു വരുത്തിയത്. ഡോക്ടർ കെല്ലിയെ പരിശോധിച്ച ശേഷം കെല്ലിയെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയാൽ നന്നായിരിക്കും എന്ന് ബെർണീസിനോട് പറഞ്ഞു. ആ ഡോക്ടറിന് ബെർണീസിനോടൊരു പ്രണയ താല്പര്യമൊക്കെയുണ്ട്. അന്ന് പുറത്ത് ഡേറ്റിന് പോവാൻ ബെർണീസിനെ ആ ഡോക്ടർ ക്ഷണിച്ചു. പക്ഷേ ബെർണീസ് അതിന് വിസമ്മതിക്കുകയാണ്. അടുത്ത ദിവസം അവിടുത്തെ ഒരു തെരുവിൽ ഫ്ലങ്ങർ വന്നിരിക്കുകയായിരുന്നു. തനിക്ക് വന്നു ചേർന്ന അമാനുഷിക പവർ ഉപയോഗിച്ച് ഏത് രോഗവും തനിക്ക് സുഖപ്പെടുത്താൻ സാധിക്കും എന്നൊക്കെ തെരുവിൽ നിന്ന് അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ഫ്ലങ്ങറിനെ സമീപിച്ചു. ഫ്ലങ്ങർ ആ സ്ത്രീയുടെ വേദനയുള്ള കാലിൽ കൈവച്ച് എന്തോ പ്രവർത്തിക്കുകയാണ്. അതിശയമെന്ന് പറയട്ടെ, അയാളുടെ ശക്തികൾ കാരണം ആ സ്ത്രീയുടെ രോഗം ഭേദപ്പെട്ടു. ആ സ്ത്രീക്ക് നല്ല രീതിയിൽ നടക്കാനായി. ഫ്ലങ്ങറുടെ ആ കഴിവ് കണ്ട് അവിടെ നിന്നവർ അതിശയിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ബെർണീസും ആ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ചു നിന്നിരുന്നു. അതോടെ ബെർണീസ് നേരെ ഫ്ലങ്ങറുടെ അടുത്തേക്ക് ചെന്നു. തന്റെ മകന്റെ രോഗവിവരത്തെപ്പറ്റി പറഞ്ഞ് തന്റെ മകനെയും സുഖപ്പെടുത്താൻ ബെർണീസ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. ബെർണീസിന്റെ വീട്ടിലേക്ക് വരാമെന്ന് ഫ്ലങ്ങർ അതോടെ സമ്മതിക്കുകയാണ്. ഇതേസമയം റെഡ്ഡൽക്ക് ആ ഭാഗത്തേക്ക് എത്തിയിരുന്നു. ഫ്ലങ്ങറുടെ കഴിവ് കണ്ട് ശവകുടീരത്തിലെ കഴിവുകൾ, ശക്തികൾ ഫ്ലങ്ങർ കരസ്ഥമാക്കിയതാണ് എന്ന് റെഡ്ഡൽക്ക് തിരിച്ചറിഞ്ഞു. ഫ്ലങ്ങറെ അതിന്റെ പേരിൽ ചോദ്യം ചെയ്തു. ഫ്ലങ്ങർ അത് സമ്മതിച്ചെങ്കിലും തനിക്ക് കിട്ടിയ ശക്തികൾ ആചാരക്രിയകളിലൂടെ വിശുദ്ധ കുടീരത്തിലേക്ക് അത് തിരികെ ഏൽപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നാലെ ഫ്ലങ്ങർ നേരെ ബെർണീസിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തി അവിടെ കിടക്കുകയായിരുന്ന കെല്ലിയെ തൊട്ട് കെല്ലിയുടെ രോഗം ഭേദമാക്കാൻ ഫ്ലങ്ങർ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് ഫ്ലങ്ങറിന് വല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കെല്ലിക്കും. ഒരു നിമിഷമെന്ന് പറഞ്ഞ് കെല്ലിയുടെ ദേഹത്ത് കൈവച്ച് അവനെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കെല്ലിയുടെ ദേഹത്ത് തൊട്ടതും ഫ്ലങ്ങറിന്റെ ശരീരം വിറയ്ക്കുകയും എഴുന്നേറ്റ ഫ്ലങ്ങർ അവിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ഉണ്ടായി. ഫ്ലങ്ങർ വീണ് മരണപ്പെട്ടതിന് പിന്നാലെ കെല്ലി ചാടി എഴുന്നേൽക്കുകയാണ്. വല്ലാത്തൊരു വ്യത്യാസം കെല്ലിക്ക് തന്നിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി അവന് പതിവില്ലാതെ വിശന്നു. പിന്നാലെ ബെർണീസ് പോലീസിനെ വിളിച്ചു. ഷെരീഫ് ആഡ്ലർ എത്തി കാര്യങ്ങൾ
കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഫ്ലങ്ങറുടെ മൃതദേഹം അവിടെ നിന്ന് നീക്കം ചെയ്തു. അറ്റാക്ക് വന്ന് മരിച്ചതാണെന്ന് തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ വേറെ കോംപ്ലിക്കേഷൻ അതിലുണ്ടായതുമില്ല. ബെർണീസും പോലീസ് ഷെരീഫിനോട് കാര്യമായൊന്നും പറഞ്ഞില്ല. നടന്നതൊക്കെയും അതോടെ രഹസ്യമാക്കി വെച്ചാ മതി എന്ന് ബെർണീസും കെല്ലിയും തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം തന്റെ കംപ്ലൈന്റായ സൈക്കിൾ കെല്ലി നന്നാക്കുകയായിരുന്നു. ആ സമയം അവന്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായി. അതിശയകരമെന്ന് പറയട്ടെ, പക്ഷെ ആ മുറിവ് സ്വയം ഭേദപ്പെടാൻ ആരംഭിച്ചു. കെല്ലിക്കും വല്ലാത്ത അതിശയം തോന്നിയിരുന്നു. ഫ്ലങ്ങർ മരണപ്പെട്ടപ്പോൾ ഫ്ലങ്ങറുടെ ശക്തികൾ തന്നിലേക്ക് പകർന്നതായിരിക്കും എന്ന് കെല്ലി ചിന്തിച്ചു. മാത്രമല്ല, അമ്മ കുടിച്ചിരുന്ന ഡ്രിങ്ക് വാങ്ങി അവനൊന്ന് കുടിക്കുകയും ചെയ്തു. തന്റെ മകൻ സാധാരണ ഭക്ഷണം കഴിക്കുന്ന കണ്ട് ബെർണീസിനും വലിയ സന്തോഷം തോന്നി. അന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ കെല്ലി ഡൊമിനിക്കിനെ കണ്ടു. നിന്നെ കാണാൻ ഇന്ന് വളരെ വ്യത്യാസമായിട്ടുണ്ടല്ലോ എന്ന് ഡൊമിനിക്ക് കെല്ലിയോട് അഭിപ്രായപ്പെടുകയും ചെയ്തു. കെല്ലി ചിരിക്കുക മാത്രം ചെയ്തു. അവർ പോയതിന് പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് ബുള്ളി സംഘം എത്തുന്നത്. റീഡ് എന്നായിരുന്നു ആ ബുള്ളിയുടെ പേര്. റീഡ് കെല്ലിയെ ഇടിച്ചു. പക്ഷേ കെല്ലിക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കെല്ലിയെ ഇടിക്കും തോറും ഇടിയുടെ വേദനയും അതിന്റെ ആഘാതവും റീഡിന്റെ ശരീരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. കെല്ലിക്ക് വല്ലാത്ത അതിശയം തോന്നുന്നുണ്ടായിരുന്നു. ഒരാൾ കെല്ലിയെ ഇടിച്ചാൽ, കെല്ലിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അത് അയാൾക്ക് തന്നെ വന്നു ഭവിക്കുന്ന അവസ്ഥ. അന്ന് രാത്രിയിൽ ഗസ് തന്റെ മക്കളെയും കൂട്ടി ബെർണീസും കെല്ലിയും താമസിക്കുന്ന കാരവാൻ ഹൗസിലേക്ക് എത്തി. അവിടെ വെച്ച് നീ എന്തിനാ എന്റെ മകനെ ഇടിച്ചത് എന്ന തരത്തിൽ ഗസ് കെല്ലിയെ ചോദ്യം ചെയ്തു. അങ്ങനൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് ബെർണീസ് ഗസിന് മുമ്പിൽ വാതിലടയ്ക്കുകയാണ്. കെല്ലി ആ സമയം അമ്മയ്ക്കടുത്ത് ഉള്ള സത്യങ്ങൾ പറഞ്ഞു. തനിക്ക് വേദന അനുഭവപ്പെടില്ല. തന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് തിരികെ അവർക്ക് അനുഭവപ്പെടും. സംശയമുണ്ട് എന്നെ പിച്ചു നോക്ക്. കെല്ലി പറഞ്ഞതും അമ്മ അവനെ പിച്ചു നോക്കി. പിച്ചിന്റെ വേദന അനുഭവപ്പെട്ടത് ബെർണീസിന് തന്നെയായിരുന്നു. ഞെട്ടലോടെ തന്റെ മകന്റെ ശക്തിയെപ്പറ്റി ബെർണീസ് മനസ്സിലാക്കുകയാണ്. ഇതൊന്നും ആരോടും പറയരുതെന്നും സീക്രട്ടാക്കി വെക്കണമെന്നും ബെർണീസ് മകനെ ഉപദേശിച്ചു. അടുത്ത ദിവസം രാത്രിയിൽ സ്കൂളിലൊരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയിൽ വെച്ച് നെൽസണും ബുള്ളി സംഘവും ചേർന്ന് ഡൊമിനിക്കിനെ ബുദ്ധിമുട്ടിക്കാൻ ആരംഭിച്ചു. അത് കണ്ടു നിൽക്കാൻ കെല്ലിക്ക് സാധിക്കുമായിരുന്നില്ല. ഡൊമിനിക്കിനെ സഹായിക്കാൻ കെല്ലി അവർക്കിടയിലേക്ക് കടന്നു ചെന്നു. അവർക്കിടയിൽ ഒരു ഫൈറ്റിനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വന്നതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും റീഡിന്റെ അച്ഛൻ ഗസ് വന്ന് അവരെ തടഞ്ഞു. കെല്ലിയെ ഗസ്സിന് തീരെ ഇഷ്ടമേ അല്ലായിരുന്നു. റീഡിനൊന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഗസ്സിന് അറിയുകയും വേണമായിരുന്നു. പക്ഷേ കെല്ലിയാകട്ടെ ഒന്നും വിട്ടുപറഞ്ഞില്ല. അന്ന് പാർട്ടി കഴിഞ്ഞ് നെൽസണും റീഡും മറ്റു കൂട്ടുകാരും ബ്രാഡിന്റെ കാറിലായിരുന്നു മടങ്ങിയത്. പോകുന്ന വഴിയിൽ കെല്ലി തന്റെ സൈക്കിൾ ചവിട്ടി പോകുന്നത് അവർ നോക്കിക്കണ്ടു. കെല്ലിക്കൊരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ച് കെല്ലിയുടെ സൈക്കിളിലേക്ക് വേഗത്തിൽ അവർ കാർ ഓടിച്ച് പാഞ്ഞടിപ്പിക്കുകയാണ്. ബ്രാഡിന്റെ കാർ കെല്ലിയെ ഇടിച്ചു. കെല്ലി കാറിനടിയിലേക്ക് വീഴുക പോലും ചെയ്തു. പക്ഷേ അതിശയകരമായി സംഭവിച്ചത് എന്തെന്നാൽ അത്രയും വലിയ അപകടത്തിൽ കൊല്ലപ്പെട്ടത് കാർ ഓടിച്ച ബ്രാഡായിരുന്നു. കെല്ലി രക്ഷപ്പെട്ടു. വല്ലാത്ത ഭീതിയിൽ നെൽസണും ബാക്കിയുള്ളവരും പോലീസിന് ആ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്കും ഡൊമിനിക്കും കൂട്ടുകാരി സാറയും അങ്ങോട്ടേക്ക് വന്നെത്തിയിരുന്നു. പിന്നാലെ പോലീസ് സംഘവും എത്തി. വിവരമറിഞ്ഞ് ബെർണീസ് ഓടിയെത്തുന്നത് തന്റെ മകന് വല്ലതും സംഭവിച്ചോ എന്ന ആശങ്കയിലായിരുന്നു. പക്ഷേ ഒരു കുഴപ്പവുമില്ലാതിരിക്കുന്ന തന്റെ മകനെ കണ്ട് ബെർണീസിന് ആശ്വാസമായി. അപ്പോഴേക്കും ഒരു പരിക്ക് പോലും പറ്റാത്ത രീതിയിൽ കെല്ലി കാണപ്പെടുന്നുണ്ടായിരുന്നു. അത്ര വലിയ അപകടത്തിൽ നിന്നും കെല്ലി രക്ഷപ്പെട്ടത് ഏവരെയും ഞെട്ടിക്കുന്നതുമായിരുന്നു. കെല്ലി ഡൊമിനിക്കിനോട് മാത്രം തന്റെ സീക്രട്ട് പറഞ്ഞു. മറ്റാരോടും അത് പറയില്ലെന്ന് ഡൊമിനിക്ക് സത്യം ചെയ്യുകയും ചെയ്തു. ഗസ്സും മറ്റുള്ളവരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. നെൽസണും റീഡും അടക്കം പറഞ്ഞത് കെല്ലി മനഃപൂർവ്വം തങ്ങളെ ആക്രമിച്ച് അപകടപ്പെടുത്താൻ നോക്കിയതാണ് എന്ന മട്ടിലായിരുന്നു. പോലീസ് ഷെരീഫായ അട്ലറോടും അവർ തങ്ങളുടെ വാദം ഉന്നയിച്ചെങ്കിലും അവിടുത്തെ സാഹചര്യ തെളിവുകളും മറ്റും പരിഗണിച്ച് ഷെരീഫ് അട്ലർ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അടുത്ത ദിവസം റെഡ്ഡൽക്ക് ഫ്ലങ്ങറുടെ കുഴിമാടം സന്ദർശിച്ചു. ഫ്ലങ്ങർ മരണപ്പെട്ടതറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു റെഡ്ഡൽ. എന്തോ കുഴിമാടത്തിൽ അയാൾ പരിശോധന നടത്തുകയും ചെയ്തു. ഇതേ സമയം സ്കൂളിലാകട്ടെ കെല്ലിയും ഡൊമിനിക്കും ലഞ്ച് കഴിക്കാനിരിക്കുകയായിരുന്നു. ബുള്ളികളായ നെൽസനും സംഘത്തിനും അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കെല്ലിക്ക് എന്തായാലും ഒരു പണി കൊടുക്കണം എന്ന് നെൽസൺ കൂട്ടുകാരോട് പറഞ്ഞു. അതിനുവേണ്ടി അവർ ചിലത് പ്ലാൻ ചെയ്യാനും ആരംഭിച്ചു. അന്ന് സന്ധ്യയ്ക്ക് കെല്ലി പാർട്ട് ടൈം ജോലി നോക്കുന്ന ഇടത്തേക്ക് റെഡ്ഡൽക്ക് വരികയാണ്. റെഡ്ഡൽക്ക് കെല്ലിയുമായി സംസാരിച്ചു. തലേന്നത്തെ അപകടം നടന്നിട്ട് നിനക്ക് ഒരു പരിക്കും പറ്റിയില്ല എന്നാളുകൾ പറഞ്ഞു കേട്ടല്ലോ, അത് അതിശയകരമാണ് എന്ന് റെഡ്ഡൽക്ക് അവനോട് ചോദിച്ചു. അത് ഞാൻ തെറിച്ച് ചെടികളുടെ ഉള്ളിലേക്ക് വീണതുകൊണ്ടാ എന്നായിരുന്നു അവന്റെ മറുപടി. നിനക്ക് ഫ്ലങ്ങറെ അറിയാമോ എന്നായിരുന്നു റെഡ്ഡൽക്കിന്റെ അടുത്ത ചോദ്യം. ആ അറിയാം, ഒരിക്കൽ അയാൾ എന്നെ സുഖപ്പെടുത്താനെന്ന് പറഞ്ഞു
വന്നിരുന്നു. പക്ഷെ അവിടെ വെച്ച് അയാൾ മരണപ്പെടുകയും ചെയ്തു എന്ന് കെല്ലി വ്യക്തമാക്കി. അത് കേട്ട് റെഡ്ഡൽക്ക് ഒരു നിമിഷം ഞെട്ടി നിൽക്കുന്നുണ്ട്. ഫ്ലങ്ങറുടെ കഴിവുകളും ശക്തികളും കെല്ലിയിലേക്ക് പകർന്നു നൽകപ്പെട്ടതാണ് എന്ന് റെഡ്ഡൽക്ക് തിരിച്ചറിഞ്ഞിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കെല്ലി വീട്ടിലേക്ക് മടങ്ങിയെത്തി. അമ്മ തലവേദന എടുത്തിരിക്കുകയായിരുന്നു. അമ്മയ്ക്കായി മരുന്ന് വാങ്ങിക്കൊണ്ടുവരാൻ അതോടെ കെല്ലി പുറത്തേക്കിറങ്ങി. ഈ സമയമായിരുന്നു അങ്ങോട്ടേക്ക് നെൽസണും ബുള്ളി സംഘവും എത്തുന്നത്. കെല്ലിക്കൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചിരുന്ന അവർ മരുന്ന് വാങ്ങാനായി ബെർണീസിന്റെ കാറുമെടുത്ത് കെല്ലി പോകുന്ന കണ്ടതും അവിടെ ഇനി ആരും ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് അവരുടെ കാരവാൻ വീട് തകർക്കുവാൻ പദ്ധതിയിടുന്നു. അതോടെ കാരവാൻ വീട് ഒരു വശം ചെരിഞ്ഞു വീണു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ ലീക്കാവുകയും തീ പടർന്നു പിടിച്ച് വലിയൊരു സ്ഫോടനം സംഭവിക്കുകയും ചെയ്യുന്നു. കെല്ലി തിരികെ എത്തുമ്പോൾ കാണുന്നത് കത്തിയെരിയുന്ന തന്റെ വീടായിരുന്നു. അമ്മയെ രക്ഷപ്പെടുത്താൻ കെല്ലി വീടിനുള്ളിലേക്ക് ഓടിക്കയറിയെങ്കിലും പൊള്ളലേറ്റ് മരിച്ച അമ്മയുടെ മൃതദേഹമായിരുന്നു അവന് കണ്ടെടുക്കാൻ സാധിച്ചതുപോലും. ആ അപകടത്തിൽ ബെർണീസ് കൊല്ലപ്പെട്ടു. കാര്യമായ പരിക്കുകൾ ഇല്ലായിരുന്നെങ്കിലും കെല്ലിയും ആശുപത്രിയിൽ ചികിത്സ നേടി. വിവരമറിഞ്ഞ് അങ്ങോട്ടേക്കെത്തിയ ഷെരീഫ് അട്ലറാകട്ടെ ഡോക്ടറുടെ അടുക്കൽ കെല്ലിയെ തൽക്കാലം അന്ന് ആശുപത്രിയിൽ നിർത്താനും അവന് തിരിച്ചു പോകുവാൻ വീടോ മറ്റാരുമില്ല എന്നും വ്യക്തമായി പറഞ്ഞു. ഇതേ സമയം വിവരങ്ങളറിഞ്ഞ് റെഡ്ഡൽക്കും ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. റെഡ്ഡൽക്ക് ഷെരീഫ് അട്ലറെ കണ്ടു. ഫ്ലങ്ങറിൽ നിന്ന് കെല്ലിക്ക് പകർന്നു കിട്ടപ്പെട്ട ശക്തികളെപ്പറ്റി അട്ലറോട് വിശദീകരിച്ച് റെഡ്ഡൽക്ക് പറഞ്ഞെങ്കിലും അതുപോലത്തെ കഥകൾ വിശ്വസിക്കാൻ അട്ലർ ഒരുക്കമായിരുന്നില്ല. അതോടെ നിങ്ങൾക്കെന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്നെ അന്വേഷിച്ച് പോരെ എന്ന് പറഞ്ഞ് താൻ എവിടെ ഉണ്ടാകുമെന്ന കാര്യവും അറിയിച്ച് റെഡ്ഡൽക്ക് മടങ്ങിപ്പോയി. വൈകാതെ കെല്ലിയുടെ അമ്മയുടെ ഫ്യൂണറൽ ചടങ്ങുകൾ നടന്നു. തന്റെ ഈ ശക്തി കാരണമായിരിക്കും തന്റെ അമ്മ കൊല്ലപ്പെട്ടത് എന്ന ചിന്ത കെല്ലിയുടെ ഉള്ളിലേക്ക് വന്നിരുന്നു. അതോടെ തന്റെ പവർ എങ്ങനെയും നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിച്ച് കെല്ലി ഫ്ലങ്ങറുടെ കുഴിമാടത്തിനടുത്തെത്തി. ഡൊമിനിക്കും അവനെ ആശ്വസിപ്പിക്കാൻ അവന്റെ കൂടെ ആ സമയം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവന്റെ തെറ്റുകൾ കൊണ്ടല്ല അവന്റെ അമ്മ കൊല്ലപ്പെട്ടത് എന്ന് ഡൊമിനിക് അവനോട് പറഞ്ഞു. പക്ഷേ ഫ്ലങ്ങറുടെ ഹീലിംഗ് പവർ തനിക്ക് കിട്ടിയപ്പോൾ തനിക്ക് അതിന് പകരം കൊടുക്കേണ്ടി വന്നതാകും തന്റെ അമ്മയുടെ ജീവൻ എന്നവൻ പറയാൻ ആരംഭിച്ചിരുന്നു. അവന്റെ തീരുമാനം അങ്ങനാണെങ്കിൽ ശക്തികൾ ഉപേക്ഷിക്കാനാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ഡൊമിനിക് അവനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി. ഫ്ലങ്ങറുടെ കുഴിമാടത്തിൽ ഒരു മുന്തിരിച്ചെടി ഉണ്ടായിരുന്നു. അതിലെ ഉണങ്ങിയ മുന്തിരിയിലകൾ കഴിച്ചാൽ ശക്തി ഫ്ലങ്ങറിന്റെ കുഴിമാടത്തിലേക്ക് പകരപ്പെടും എന്ന് റെഡ്ഡൽക്ക് പറഞ്ഞ സൂചനകളിൽ നിന്നും കെല്ലി പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. അത്തരത്തിൽ പ്രവർത്തിക്കാൻ കെല്ലി ആരംഭിച്ചു. പക്ഷേ ഒരില കഴിച്ചതും വല്ലാതെ വയ്യാതായി അവൻ ചുമയ്ക്കാൻ ആരംഭിച്ചു. ആ സമയമായിരുന്നു സാറ അങ്ങോട്ടേക്ക് വന്നത്. കെല്ലി ചെയ്യുന്ന പ്രവൃത്തിയും അവന്റെ അവസ്ഥയും കണ്ട് പേടിച്ച സാറ കെല്ലി കാണുന്നതിനു മുമ്പേ അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നീട് അട്ലർ കെല്ലിക്ക് അടുത്തെത്തി. അനാഥനായി അവനെ സംരക്ഷിക്കാൻ ഫോസ്റ്റർ പാരന്റ്സിനെ കണ്ടെത്താൻ സഹായിക്കാം എന്നൊക്കെ അട്ലർ കെല്ലിയോട് പറഞ്ഞെങ്കിലും കെല്ലി വേണ്ടെന്നായിരുന്നു അട്ലറോട് പറഞ്ഞത്. ആ സമയം കാരവാൻ അപകടത്തിൽ ചില സംശയമുണ്ടെന്നും നിങ്ങളുടെ വീട് എന്തോ വെച്ച് കെട്ടിവലിച്ച പോലെ കാണപ്പെടുന്നുണ്ടായിരുന്നു എന്നും അട്ലർ കെല്ലിയോട് പറയുന്നുണ്ട്. പിന്നാലെ തന്റെ അമ്മ കൊല്ലപ്പെട്ടതും വീട് കത്തിയമർന്നതും ഒരു സാധാരണ അപകടമല്ലെന്നും ആരോ ക്രൂരത പ്രവർത്തിച്ചതാണെന്നും കെല്ലി മനസ്സിലാക്കുകയാണ്. മറുവശത്ത് നെൽസണും കൂട്ടുകാരുമാകട്ടെ വലിയ സന്തോഷത്തിലായിരുന്നു. കെല്ലിക്ക് നല്ലൊരു പണി കൊടുത്തു എന്നത് മാത്രമായിരുന്നു അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അവർ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ഒരു കുറ്റബോധം പോലും അവർക്കുണ്ടായിരുന്നുമില്ല. കെല്ലിയും ഷെരീഫും ഒന്നിച്ച് കാറിൽ പോകുമ്പോൾ നെൽസണും സംഘവും അവരെ നോക്കി കളിയാക്കുക പോലും ചെയ്തു. അവരാണ് തന്റെ അമ്മയെ കൊന്നതിന് പിന്നിലെന്ന് കെല്ലി അതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അതോടെ ഷെരീഫിന്റെ കാറിൽ നിന്നും കെല്ലി ഇറങ്ങുകയാണ്. നെൽസണും സംഘവും പോയതിന് പിന്നാലെ അവൻ പുറപ്പെട്ടു ചെന്നു. അവർ കുളിക്കുവാൻ കാടിനുള്ളിലുള്ള തടാകത്തിലായിരുന്നു പോയിരുന്നത്. കെല്ലി അങ്ങോട്ടേക്കെത്തി മരത്തിന് പിന്നിൽ മറഞ്ഞിരുന്നു. ഓരോരുത്തരായി വസ്ത്രമഴിച്ച് നേരെ തടാകത്തിലേക്ക് കുളിക്കുവാനിറങ്ങി. മുന്നോട്ട് വന്ന കെല്ലി ടക്കറുടെ ഷർട്ട് എടുത്ത് അത് കീറാൻ ആരംഭിച്ചു. പിന്നാലെ അതേ ടക്കറുടെ ടീഷർട്ട് എടുത്ത് തന്റെ കഴുത്തിൽ കെല്ലി ചുറ്റി വരിഞ്ഞു. അതോടെ കുളിക്കുകയായിരുന്ന ടക്കറിന് ശ്വാസം മുട്ടാൻ ആരംഭിച്ചു. ശ്വാസം മുട്ടി വെള്ളത്തിനടിയിലേക്ക് ആണ്ടുപോയി ടക്കർ കൊല്ലപ്പെടുകയാണ്. തന്റെ പവർ ഉപയോഗിച്ച് കെല്ലി ടക്കറെ കൊലപ്പെടുത്തുകയായിരുന്നു. നെൽസണും മറ്റുള്ളവരും അത് കണ്ട് ടക്കറെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും ടക്കർ അപ്പോഴേക്കും മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു. കെല്ലി അവരെ കളിയാക്കി ചിരിച്ചു. നെൽസണും റീഡുമടക്കം ഏവരും ഞെട്ടിയിരുന്നു. അവർക്കെതിരെ തിരിഞ്ഞ കെല്ലി അടുത്തത് ആരാണെന്ന് വല്ലാത്തൊരു ഭാവത്തിൽ അവരോട് ചോദിച്ചു. ഭയന്ന് റീഡ് അവിടെ നിന്ന് ഓടിമാറാൻ ആരംഭിച്ചു. ടോണിയുടെ ഷർട്ട് എടുത്ത് കെല്ലി ടോണിയെ വകവരുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ഷെരീഫ് നടന്നു വന്നുകൊണ്ടിരുന്നത്. കെല്ലിയെ പിന്തുടർന്നെത്തിയതായിരുന്നു ഷെരീഫ്. അതോടെ ആ ശ്രമം ഉപേക്ഷിച്ച് കെല്ലി അവിടെ നിന്ന് ഓടിമാറുകയാണ്. ടക്കറുടെ മരണത്തിന് കാരണം കെല്ലിയാണെന്ന് നെൽസണും കൂട്ടുകാരും പറഞ്ഞെങ്കിലും ചോദ്യം ചോദിച്ചിരുന്ന ഷെരീഫ് അട്ലറിന് അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതോടെ ചില സംശയങ്ങളും കയറുവാൻ ആരംഭിച്ചു. അന്ന് രാത്രിയിൽ
ആരോ വിളിക്കുന്നു തോന്നി ഡൊമിനിക് ജനലിനടുത്തെത്തി. നോക്കുമ്പോൾ കെല്ലിയായിരുന്നു. പുറത്തേക്ക് വരാനും കുറച്ച് സംസാരിക്കാനുണ്ടെന്നും കെല്ലി പറഞ്ഞതും ഡൊമിനിക് അവനൊപ്പം ഇറങ്ങിച്ചെന്നു. പുറത്തേക്ക് നടക്കുമ്പോൾ താൻ ടക്കറിനെതിരെ പ്രവർത്തിച്ച കാര്യം കെല്ലി ഡൊമിനിക്കിനോട് സത്യസന്ധമായി തുറന്നു പറഞ്ഞു. തന്റെ അമ്മയെ കൊന്നത് അവരാണെന്നും അവർക്കെതിരെ പ്രതികാരം തീർക്കണം എന്നും കെല്ലി പറയുന്നുണ്ടായിരുന്നു. ഡൊമിനിക്കിന് പെട്ടെന്നതൊരു ഷോക്കായി. ഒരു പാവത്താനായിരുന്ന കെല്ലിക്ക് എങ്ങനെ ഇതൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നു എന്നത് ഡൊമിനിക്കിനെ അല്പം ഭയപ്പെടുത്തിയിരുന്നു. നീ ഒരുപാട് മാറിപ്പോയി. ഇങ്ങനെ റിവഞ്ച് ചെയ്യുന്നതല്ല, അവരെ കൊണ്ട് അവരുടെ തെറ്റ് സമ്മതിപ്പിക്കുകയാ വേണ്ടത് എന്ന് ഡൊമിനിക് കെല്ലിയോട് പറഞ്ഞു. പിറ്റേന്ന് സ്കൂളിലെ ഫിസിക്സ് ലാബിലേക്ക് കെല്ലി കയറി ചെന്നു. അവിടുണ്ടായിരുന്ന ടോണിയെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ദേഷ്യത്തിൽ ടോണി അവിടെ ഇരുന്ന ആസിഡ് എടുത്ത് കെല്ലിയുടെ മുഖത്തേക്ക് ഒഴിച്ചു. പക്ഷേ വെന്തുരുകിയതാകട്ടെ ടോണിയുടെ മുഖം തന്നെയായിരുന്നു. ആ കാഴ്ച കണ്ട് ലാബിലുള്ള ഏവരും ഞെട്ടിത്തരിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അവിടുണ്ടായിരുന്ന നെൽസണും ഭയന്ന് വിറച്ചിരുന്നു. തന്റെ അമ്മയെ കൊന്നതും വീട് തകർത്തതും നെൽസണാണ് എന്ന കാര്യം കുറ്റസമ്മതം നടത്തുവാൻ നെൽസണോട് കെല്ലിയതോടെ ആവശ്യപ്പെടുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് ഷെരീഫ് ബട്ട്ലർ കൂടി വന്നെത്തുകയാണ്. അതോടെ കെല്ലി അവിടെ നിന്ന് പുറത്തേക്കോടി. അന്ന് രാത്രിയിൽ സാറ നെൽസനെ കണ്ടു. കെല്ലിയുടെ വീക്ക്നെസിനെ പറ്റി നെൽസനോട് സാറ പറഞ്ഞു. അതോടെ സാറയും നെൽസനും കൂടി ഫ്ലങ്ങറുടെ കുഴിമാടത്തിനടുത്തേക്ക് എത്തുകയാണ്. തെറ്റിദ്ധരിച്ച നെൽസൺ അവിടുണ്ടായിരുന്ന ഉണങ്ങിയ മുന്തിരിച്ചെടി പറിച്ചുകൊണ്ടുപോയി വെള്ളത്തിലിട്ട് ആ വെള്ളം ഒരു ട്യൂബിലുമാക്കി. മറുവശത്ത് ഇതേ സമയം ഷെരീഫ് ബട്ട്ലറാകട്ടെ റെഡ്ഡൽക്ക് പറഞ്ഞ കാര്യങ്ങളിലെ സത്യസന്ധതയെപ്പറ്റി വിശ്വസിക്കാൻ ആരംഭിച്ചിരുന്നു. ഷെരീഫ് റെഡ്ഡൽക്കിനെ ചെന്ന് കണ്ട് പരിഹാരം തേടി. ചില ക്രിയകൾ ഫ്ലങ്ങറുടെ കുഴിമാടത്തിൽ നടത്തിയാൽ കാര്യങ്ങൾ പരിഹരിക്കാം എന്നായിരുന്നു റെഡ്ഡൽക്ക് പറഞ്ഞത്. ഫ്ലങ്ങറുടെ കുഴിമാടത്തിൽ ചില ക്രിയകൾ നടത്തിയാൽ കെല്ലിയുടെ പവർ കെല്ലിയിൽ നിന്ന് നഷ്ടപ്പെടും. അതോടെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും അവർ ആരംഭിച്ചു. പിന്നാലെ കാര്യങ്ങളുടെ ഭീതിതാവസ്ഥ ഗസ്സിനോട് വിശദീകരിക്കാൻ ഷെരീഫ് സ്കൂളിലെത്തി. ഗസ്സിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഗസ് അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അട്ലർ നെൽസന്റെ കാർ ചെക്ക് ചെയ്തു. അതിലുണ്ടായിരുന്ന ചെയിനും മറ്റും അയാൾ നോക്കിക്കാണുകയും നെൽസണും കൂട്ടുകാരും ചേർന്നാണ് കെല്ലിയുടെ അമ്മയെ കൊന്നത് എന്ന് മനസ്സിലാക്കുകയും ഉണ്ടായി. പിന്നാലെ ഷെരീഫ് ബട്ട്ലർ നെൽസണെയും കൂട്ടുകാരനെയും വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും അവരൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയമായിരുന്നു അങ്ങോട്ടേക്കൊരു ഡ്രില്ലിംഗ് മെഷീനുമായി കെല്ലി കടന്നു വരുന്നത്. നെൽസൺ സത്യം പറഞ്ഞില്ലെങ്കിൽ നെൽസന്റെ ആ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് തന്റെ കാലിൽ മുറിവേൽപ്പിച്ച് നെൽസന്റെ കാല് തന്നെ താൻ ഇല്ലാതാക്കും എന്ന് കെല്ലി നെൽസണോട് ഭീഷണിപ്പെടുത്തി. പക്ഷേ നെൽസൺ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ കെല്ലി തന്റെ കാലിലേക്ക് ഡ്രില്ലിംഗ് മെഷീൻ കുത്തിയിറക്കി. പക്ഷേ അത് കുത്തിയിറങ്ങിയതിന്റെ മുറിവുണ്ടായതും വേദനയെടുത്തതും നെൽസൺ ആയിരുന്നു. വേദന കൊണ്ട് നെൽസൺ പിടയ്ക്കാൻ തുടങ്ങി. ഗസ്സും നെട്ടലോടെ അത് കണ്ടു. ഇതൊക്കെ കണ്ട് ഡൊമിനിക് ദൂരെ നിന്നും കെല്ലിയെ വിളിച്ച് അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. കെല്ലിയുടെ ശ്രദ്ധ ഒരു നിമിഷം തെറ്റിയതും മുന്തിരിച്ചെടി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് അതരച്ച് ട്യൂബിലാക്കി വെച്ചിരുന്നത് നെൽസൺ കെല്ലിക്ക് നേരെ സ്പ്രേ ചെയ്യുകയാണ്. ദേഹത്തെ കതടിച്ചതും കെല്ലി വീക്കായി മാറുന്നുണ്ട്. ഈ സമയം ഷെരീഫ് ബട്ട്ലറോട് തോക്ക് പിടിച്ചു വാങ്ങി ഗസ് കെല്ലിയുടെ നെറ്റിയിലേക്ക് വെടിയുതിർക്കുകയും ചെയ്യുന്നു. പക്ഷേ കെല്ലിയുടെ പവർ ആ സ്പ്രേ ചെയ്തിട്ടും പോയിരുന്നില്ല. വെടിയുതിർത്ത ഗസ്സിന്റെ തലയോട്ടി തന്നെയായിരുന്നു ആ ബുള്ളറ്റ് തുളച്ചു കയറിയത്. അത്തരത്തിൽ പ്രവർത്തിച്ച നെൽസണും വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കെല്ലിയുടെ പവർ കാരണം രണ്ടുപേർ അവിടെ മരിച്ചു വീണത് കണ്ട ഡൊമിനിക് വല്ലാത്തൊരവസ്ഥയിലെത്തിയിരുന്നു. കെല്ലിയാകെ മാറിപ്പോയെന്നും ഞാൻ ഇഷ്ടപ്പെട്ടത് ഇതുപോലത്തെ കെല്ലിയായിരുന്നില്ല എന്നും ദേഷ്യത്തോടെ പറഞ്ഞ് ഡൊമിനിക് അവിടെ നിന്ന് നടന്നുപോയി. ഡൊമിനിക്കിന്റെ ആ വാക്കുകൾ കേട്ട് കെല്ലിയാകെ തകർന്നുപോയിരുന്നു. അതോടെ ഷെരീഫ് ബട്ട്ലറുടെ തോക്കെടുത്ത് സ്വയം വെടിവെച്ചു മരിക്കുവാൻ കെല്ലി തയ്യാറാവുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ലെന്നും അതുകൊണ്ട് മരിക്കുക താനായിരിക്കും എന്നും പറഞ്ഞ ഷെരീഫ് ബട്ട്ലർ കെല്ലിയെ തടഞ്ഞ് കെല്ലിയുടെ പവർ കെല്ലിയിൽ നിന്ന് എടുത്തുമാറ്റാൻ വേണ്ട കർമ്മങ്ങൾ ചെയ്യാം എന്നവനോട് പറയുകയാണ്. ഒടുവിൽ കെല്ലി ആ പ്രവൃത്തിയിൽ നിന്നും പിന്മാറി. പിന്നാലെ റെഡ്ഡൽക്കിന്റെ സഹായത്തോടെ ഷെരീഫും കെല്ലിയും ഡൊമിനിക്കും ചേർന്ന് ആചാരക്രിയകൾ ചെയ്തു. പക്ഷേ കെല്ലിയുടെ പവർ കെല്ലിയെ വിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അവന്റെ പവർ അവന്റെ ശരീരത്തോട് ഇഴുകിച്ചേർന്നു കഴിഞ്ഞെന്നും കെല്ലിയെ കൊന്നാൽ മാത്രമേ പവർ അവനിൽ നിന്നും മറ്റൊരാളിലേക്ക് മാറ്റം ചെയ്യപ്പെടൂ എന്ന് റെഡ്ഡൽക്ക് പറയുകയാണ്. കെല്ലി ചെയ്ത പ്രവൃത്തിയെപ്പറ്റിയുള്ള വിവരങ്ങളും മറ്റ് പ്രശ്നങ്ങളും അതിനോടകം പരന്നിരുന്നു. അതുകൊണ്ട് തന്നെ കെല്ലിയെ പിടികൂടാൻ വലിയൊരു പോലീസ് സന്നാഹം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. കെല്ലിയുടെ പവറിൽ വലിയൊരു ക്ഷയം വന്ന സമയമായിരുന്നു അത്. കെല്ലിയോടും ഡൊമിനിക്കിനോടും അവർ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പറഞ്ഞതും അവർ രക്ഷപ്പെട്ടു പോവാനൊരുങ്ങി. പക്ഷേ അങ്ങോട്ടേക്കെത്തിയ പോലീസുകാർ കെല്ലിയെ ഷൂട്ട് ചെയ്യുകയാണ്. ഡൊമിനിക്കിനും ഷൂട്ടേറ്റിരുന്നു. ഇരുവരും തെറിച്ച് ചടങ്ങുകൾക്കായി കുഴിച്ചുവെച്ചിരുന്ന ഫ്ലങ്ങറുടെ കുഴിമാടത്തിനകത്തേക്ക് വീഴുകയാണ്. കെല്ലിക്ക് പരിക്കേറ്റില്ലെങ്കിലും ഡൊമിനിക് കൊല്ലപ്പെട്ടു. താൻ ആകെ സ്നേഹിച്ചിരുന്ന തനിക്ക് ആകെ ഉണ്ടായിരുന്ന വ്യക്തി മരണപ്പെട്ട് കിടക്കുന്നത് കണ്ട് കെല്ലിയാകെ തകർന്നുപോയിരുന്നു. അതോടെ ഫ്ലങ്ങറുടെ ശവശരീര ഭാഗമെടുത്ത് കെല്ലി കഴിക്കുകയാണ്. പിന്നാലെ കെല്ലി ആ നിമിഷം മരണപ്പെട്ടു. ഷെരീഫ് ബട്ട്ലറും റെഡ്ഡൽക്കും
അതിശയത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കെല്ലിയുടെയും ഡൊമിനിക്കിന്റെയും മൃതശരീരം ആംബുലൻസിലേക്ക് കയറ്റി. ആംബുലൻസിൽ വെച്ച് പെട്ടെന്ന് ഡൊമിനിക് എഴുന്നേറ്റ് വരികയാണ്. ഡൊമിനിക്കിന്റെ ശരീരത്തിലെ മുറിവുകൾ അപ്രത്യക്ഷമാവാനും ആരംഭിച്ചു. കെല്ലി മരണപ്പെട്ടപ്പോൾ കെല്ലിയുടെ പവറുകൾ ഡൊമിനിക്കിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഞെട്ടലോടെ ഡൊമിനിക് അത് തിരിച്ചറിഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.